നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയലിൽ നിന്ന് പുഴയിലേക്ക് വെള്ളമൊഴുകിപ്പോകുന്ന ഭാഗം പാലം നിർമ്മാണത്തിനായി തടസ്സപ്പെടുത്തിയപ്പോൾ 2500 ഏക്കറിലേറെ വിസ്തൃതിയുള്ള പാടശേഖരം വെള്ളത്തിൽ. നശിക്കുന്നത് വിളവെടുപ്പിന് പാകമായ നെൽവയലുകൾ. മയ്യിൽ കയറളം കൈവലിലെ കർഷകർ കണ്ണീർ പാടത്ത്. മാടായിപ്പാറയിൽ വൻ തീപിടുത്തം. ഏക്കർ കണക്കിന് പുൽമേടുകൾ കത്തി. അപൂർവ ജീവികളടക്കം നശിച്ചു. തീയണച്ചത് മണിക്കൂറുകളെടുത്ത്. ജില്ലയിലെ റോഡ് പ്രവൃത്തികൾക്ക് ആവശ്യമായ ടാർ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ ജില്ലാ വികസന സമിതി യോഗത്തിൽ തീരുമാനം. ജില്ലാ ആശുപത്രിയിൽ ന്യൂറോളജി, യൂറോളജി OP വിഭാഗം ഉടൻ തുടങ്ങാനും ധാരണ. സർക്കാർ ഉടമസ്ഥതയിൽ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിക്കുന്ന ശ്രീകണ്ഠാപുരം നെടിയങ്ങ് കാക്കണ്ണാമ്പാറ ഗ്ലോബൽ ആർട്സ് വില്ലേജിന്റെ നിർമ്മാണ ഉദ്ഘാടനം 29-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. 4 മാസം കൊണ്ട് ആദ്യഘട്ടം പൂർത്തിയാക്കുമെന്ന് ലളിതകല അക്കാദമി വൈസ് ചെയർമാൻ KF ഫ്രാൻസിസ്. വാർത്തകൾ വിശദമായി. വയലിൽ നിന്നും പുഴയിലേക്ക് വെള്ളമൊഴുകിപ്പോകുന്ന ഭാഗം പാലം നിർമ്മാണത്തിനായി മണ്ണിട്ടുയർത്തിയതാണ് കർഷകർ കണ്ണീർ പാടത്തിലാകാൻ കാരണം. കതിരിട്ട പാടങ്ങൾ മുഴുവനും വെള്ളത്തിലായപ്പോൾ കർഷകന്റെ ഉള്ളം പിടയ്ക്കുകയാണ്. ജില്ലയിലെ 2500 ഏക്കറിലേറെ വിസ്തൃതിയുള്ള മുല്ലക്കൊടിയിലെ പ്രധാന പാടശേഖരമാണ് ഇഞ്ചിഞ്ചായി നശിക്കുന്നത്. വർഷങ്ങളായി മുല്ലക്കൊടി കൈവയലിൽ നിന്നും പുഴയിലേക്ക് വെള്ളമൊഴുകി പോകുന്ന ഭാഗത്താണ് പാലം നിർമ്മിക്കുന്നത്. ഇതിനായി ഇവിടെ മണ്ണിട്ടതാണ് പ്രശ്നമായത്. 2 ആഴ്ച മുമ്പേ പെയ്ത കനത്ത മഴയെ തുടർന്ന് വെള്ളം പാൽ പരുവത്തിലെത്തിയ നെൽച്ചെടികൾക്ക് വിനയായി മാറുകയാണ്. പല ഭാഗങ്ങളിലും നെൽച്ചെടികൾ വെള്ളത്തിൽ വീണടിഞ്ഞു നശിക്കുന്നു. പുഴയിൽ നിന്നും വയലിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ വെള്ളത്തിൻ്റെ ഒഴുക്ക് പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഉപ്പുവെള്ളത്തിനെ തടുക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ട്, അത് ഇപ്പോൾ ഈ മഴ പെയ്തില്ലെങ്കിൽ അതുകൊണ്ട് വലിയ വിഷമം ഉണ്ടാവില്ല. അപ്പോൾ നല്ല 2 മഴ പെയ്തുകൊണ്ട് ഈ വെള്ളം വെള്ളം ഈ കംപ്ലീറ്റ് ഇതിൻ്റെ അകത്ത് നിന്നു. അതുകൊണ്ട് വെള്ളം അങ്ങോട്ട് പോകാത്തതുകൊണ്ട് അതിപ്പോൾ ഒന്ന് പൊട്ടിച്ചിട്ട് 1 മണിക്കൂർ സമയം പൊട്ടിച്ചിട്ട് ആ വെള്ളം കുറച്ചങ്ങ് വാർന്നാൽ കെട്ടിയാൽ പിന്നെ മഴയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നെൽകൃഷിക്ക് നാശം സംഭവിച്ച കർഷകർക്ക് അടിയന്തരമായും ധനസഹായം അനുവദിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. വെള്ളത്തിൻ്റെ കെടുതി കൊണ്ട് ഈ രണ്ടാമത്തെ 2 മഴയുള്ളത് കൊണ്ട് ഈ കെടുതി നിമിത്തം പിന്നെ കൃഷി മുഴുവനും നശിച്ചിട്ടുള്ളത് വെള്ളത്തിൽ വീണ് കിടക്കുകയാണ്. അത് കെട്ട് പൊളിക്കുകയോ തോട്ടിൻ്റെ കെട്ട് പൊളിക്കുകയോ അത് പിന്നെ കുറച്ച് സമയത്തേക്ക് മാറ്റി നിർത്തുകയോ ചെയ്താൽ ഈ കൃഷിക്കാർ ഇതിൽ നിന്ന് കടത്തുനിന്ന് മോചനം നേടും. അതിനുള്ള സംവിധാനം കൃഷി വകുപ്പോ പിന്നെ ഗവൺമെൻറ്റോ ഇത് കാണേണ്ടതാണ്. ഈ കൈവയൽ സ്ഥലം ശരിക്കും വെച്ചാൽ 2500ഓളം ഏക്കർ സ്ഥലമുള്ളതാണ്. അത് കൃഷിക്കാർ മുഴുവനും ബാങ്ക് ലോൺ എടുത്തിട്ടും അതൊക്കെ കൃഷി നടത്തിയതാണ്. ഈ മൂരാ സമയത്താണ് ഈ വെള്ളം ഇങ്ങനെ കെട്ടിയെന്ന് 2 മഴ കിട്ടിയതുകൊണ്ട് ഇങ്ങനെ വെള്ളം കൂടുതലായി. അപ്പോൾ ഒഴുകി പോകേണ്ട സൗകര്യമില്ല. ഒഴുകി പോകാതിരിക്കാൻ അവരെ താഴെയുടെ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കെട്ടി എങ്ങനെയെങ്കിലും പൊളിച്ച് അങ്ങോട്ട് വെള്ളത്തിന് ഒഴുകി പോകാൻ സൗകര്യം കൊടുത്താൽ കുറച്ചെങ്കിലും രക്ഷപ്പെടും. അതിന് സർക്കാരോ അല്ലെ ഈ പാടശേഖര സമിതിയോ മുൻഗണന കാണിക്കലാണ്. ഫെബ്രുവരി മാസം ആദ്യവാരത്തോടെ കൊയ്യാൻ പാകമാകേണ്ട നെൽച്ചെടികളാണ് അധികൃതരുടെ അനാസ്ഥയിൽ നശിക്കുന്നത്. ബാങ്ക് ലോണെടുത്തും മറ്റും നെൽകൃഷി ഇറക്കിയ കർഷകരുടെ കണ്ണീർ പാടമായി സ്ഥലം മാറുകയാണ്. ജില്ലയിലെ തന്നെ പ്രധാന നെൽവയലുകളിലൊന്നാണ് മുല്ലക്കൊടി കൈവയലുകൾ. 2500 ഏക്കറയിലേറെ വിസ്തീർണമുള്ള പാടശേഖരം നശിക്കുകയാണ്. നെൽകൃഷി പരിപോഷിപ്പിക്കുവാൻ സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കാൻ ചെലവഴിക്കുന്ന തുകയിൽ കുറച്ചെങ്കിലും ഇവിടെ ചെലവഴിച്ചിരുന്നുവെങ്കിൽ എന്നാണ് കർഷകർ ചോദിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മയ്യിൽ. മാടായിപ്പാറയിൽ വൻ തീപിടുത്തം. ഏക്കർ കണക്കിന് പുൽമേടുകളും ജൈവ വൈവിധ്യങ്ങളും കത്തി നശിച്ചു. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത്. മാടായിപ്പാറയിലെ മാടായി കോളേജിന് സമീപത്തെ കുന്നിൻ ചെരുവിലാണ് ശനിയാഴ്ച രാവിലെ 11 മണിയോടെ തീപിടുത്തമുണ്ടായത്. കോട്ടക്കുന്നിന്റെ ചെരുവുകളടക്കം ഏക്കർ കണക്കിന് പുൽമേടുകൾ കത്തിച്ചാമ്പലാവുകയായിരുന്നു. ആദ്യം പഴയങ്ങാടിയിലെ കുന്നിൻ ചെരുവിലായിരുന്നു ചെറിയ രീതിയിലുള്ള തീപിടുത്തം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ നിമിഷനേരം കൊണ്ട് തീ ആളിപ്പടരുകയായിരുന്നു. ശക്തമായ കാറ്റും തീയുടെ വേഗത കൂട്ടി. പ്രദേശവാസികൾ ആരും തന്നെ സ്ഥലത്തെത്താത്തതും തീപിടുത്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു.
പയ്യന്നൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയെങ്കിലും അപ്പോഴേക്കും തീ നിയന്ത്രണ വിധേയമല്ലാതായി കഴിഞ്ഞിരുന്നു. തീ ആളിപ്പടരാൻ തുടങ്ങിയതോടെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. പമ്പ് ഉപയോഗിച്ച് താൽക്കാലികമായി തീ അണക്കാനുള്ള ഫയർഫോഴ്സിന്റെ ശ്രമം മണിക്കൂറുകളോളം നീണ്ടുനിന്നു. മാടായിപ്പാറയിൽ അടിക്കടിയുണ്ടാവുന്ന തീപിടുത്തം മൂലം നശിക്കുന്നത് ഇവിടുത്തെ അപൂർവങ്ങളായ ജൈവ വൈവിധ്യങ്ങളാണ്. തീ പടരുന്നത് മൂലം ഒട്ടേറെ ചെറുജീവികളും ദേശാടന പക്ഷികളുമടക്കം നാമാവശേഷമാവുകയാണ്. സംഭവത്തിനു പിന്നിൽ സാമൂഹ്യവിരുദ്ധരാണെന്ന് നാട്ടുകാർ പറയുന്നു. പയ്യന്നൂരിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സ് സംഘമാണ് ഒടുവിൽ തീയണച്ചത്. വേനലിന്റെ ആരംഭത്തിൽ തന്നെ മാടായിപ്പാറയിൽ തീപിടുത്തമുണ്ടായത് ജനങ്ങളിൽ ഏറെ ഭീതിയുണ്ടാക്കുന്നുണ്ട്. പഴയങ്ങാടിയിൽ ഫയർഫോഴ്സ് സ്റ്റേഷൻ ആരംഭിക്കണമെന്ന അധികൃതരുടെ വാക്കും പാഴായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ജില്ലയിലെ റോഡ് പ്രവൃത്തികൾക്ക് ആവശ്യമായ ടാർ ലഭ്യമാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ ജില്ലാ വികസന സമിതി യോഗത്തിൽ തീരുമാനം. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കലക്ടർ പി ബാലകിരണിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ജില്ലയിലെ വിവിധ റോഡുകളുടെ ശോച്യാവസ്ഥ, കുടിവെള്ള പദ്ധതികളുടെ പുരോഗതി തുടങ്ങിയ കാര്യങ്ങൾ യോഗം വിലയിരുത്തി. സർക്കാർ ജീവനക്കാരുടെ ഹോസ്റ്റൽ പണിയുന്നതിന് 3 കോടിയിലേറെ രൂപയുടെ ഭരണാനുമതി നൽകി. ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ 1039 ഒഴിവുകൾ DMO യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. ജില്ലാ ആശുപത്രിയിൽ യൂറോളജി, ന്യൂറോളജി, OP വിഭാഗം ഉടൻ പ്രവർത്തനം ആരംഭിക്കാനും യോഗത്തിൽ തീരുമാനമായി. PK ശ്രീമതി MP, TV രാജേഷ്, T കൃഷ്ണൻ, AP അബ്ദുള്ളക്കുട്ടി MLA, ADM O മുഹമ്മദ് അസ്ലം, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. UAE പറശ്ശിനി സൗഹൃദവേദിയുടെ 10ാം വാർഷികാഘോഷം ഗ്രാമോത്സവം 2014 വിവിധ പരിപാടികളോടെ നടന്നു. പരിപാടി പറശ്ശിനിക്കടവ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കേരളത്തിന് വിസ്മരിക്കാൻ കഴിയുന്ന ആളുകളല്ല. കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ പ്രവാസികളുടെ പങ്ക് എന്താണെന്ന് എത്ര പറഞ്ഞാലും അത് അധികമാവുകയില്ല. കാരണം ഇന്ന് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഈ സാമ്പത്തികമായ ഉയർച്ച, ഈ പച്ചപ്പ്, ഈ സമൃദ്ധി, അതിന്റെ എല്ലാം പിന്നിലുള്ളത് പ്രവാസികളുടെ കഠിനാധ്വാനമാണ്, പ്രവാസികളുടെ വിയർപ്പാണ്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KS സരള അധ്യക്ഷത വഹിച്ചു. തളിപ്പറമ്പ് നഗരസഭ അധ്യക്ഷ റംല പക്കർ, P വാസുദേവൻ, T വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മാന്ത്രികൻ ഗോപിനാഥ മുതുകാടം സംഘവും അവതരിപ്പിച്ച വേർഡ് ഓഫ് ഇല്യൂഷൻസ് പരിപാടി അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ധർമ്മശാല. DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന C രൈരു നായരുടെ സ്മൃതിരേഖ ആ പഴയകാലം പുസ്തകത്തിന്റെ പ്രകാശനം കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്നു. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ചു. ഈ പുസ്തകത്തിന്റെ സമാപനം അദ്ദേഹം കുറിക്കുന്നത് മഹർഷി മഹേഷ് യോഗിയുമായി മഹാരാഷ്ട്രയിൽ മലേഷ്യയിൽ വെച്ച് ബന്ധപ്പെട്ടതും അവിടെ വെച്ച് അതീന്ദ്രിയ ധ്യാനം അദ്ദേഹം പരിശീലിപ്പിച്ചതുമായിട്ടുള്ള കാര്യവുമായി ബന്ധപ്പെട്ടാണ്. ഇങ്ങനെ ഒരു സംഭവപൂർവമായ ജീവിതത്തിന്റെ ഉടമയാണ് അദ്ദേഹം. പുസ്തകത്തിലുള്ള കാര്യം മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. എനിക്കറിയാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇതിന് പുറമെയാണ്. അതെല്ലാം കൂടി പറഞ്ഞാൽ വളരെ വിസ്തരിച്ച ഐതിഹ്യമായ ഒരു വ്യക്തിത്വം അദ്ദേഹം വെച്ചു പുലർത്തി. എല്ലാ ഘട്ടത്തിലും, അത് നല്ല ആരോഗ്യമുള്ള ഘട്ടത്തിലും ആളുകളെ സഹായിക്കാനും സേവിക്കാനും താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചു. ജമിനി ശങ്കരൻ പുസ്തകം ഏറ്റുവാങ്ങി. മുൻ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി മെമ്പർ KK ശൈലജ പുസ്തകം പരിചയപ്പെടുത്തി. ഡോക്ടർ പ്രീത ചന്ദ്രോത്ത്, CPM ജില്ലാ സെക്രട്ടറി P ജയരാജൻ, കോൺഗ്രസ് നേതാവ് PP ലക്ഷ്മണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തളിപ്പറമ്പ് തൃച്ചംബരത്ത് 15-കാരിയെ കടന്നുപിടിച്ച കേസിലെ പ്രതിയുടെ രേഖാചിത്രം പുറത്തുവിട്ടു. സെപ്റ്റംബർ 13 രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സെപ്റ്റംബർ 13 രാവിലെ 6:30യോടെയായിരുന്നു സംഭവം നടന്നത്. തൃച്ചംബരം കിണറിനടുത്ത് വെച്ച് 15-കാരിയുടെ കയ്യിൽ പ്രതി കടന്നു പിടിക്കുകയായിരുന്നു. പ്രതിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് രേഖാചിത്രം പുറത്തുവിട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.
സർക്കാർ ഉടമസ്ഥതയിൽ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിക്കുന്ന കണ്ണൂർ ശ്രീകണ്ഠാപുരം നെടിയങ്ങ കാക്കണ്ണാമ്പാറ ഗ്ലോബൽ ആർട്ട് വില്ലേജിന്റെ നിർമ്മാണോദ്ഘാടനം 29-ന് 12 മണിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. മന്ത്രി കെ.സി. ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. 4 മാസം കൊണ്ട് ഇതിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുമെന്ന് ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ കെ.എഫ്. ഫ്രാൻസിസ് അറിയിച്ചു. 4 മുറികളും ക്യാൻറ്റീനും ഹാളും 2 സ്റ്റാളുകളുമാണ് 2015 മെയ് ആദ്യവാരത്തിൽ പൂർത്തിയാകുക. ഇതോടെ കേരളത്തിലെ ചിത്രകാരന്മാരുടെ ചിരകാല സ്വപ്നമായ ആർട്ട് റെസിഡൻസി യാഥാർത്ഥ്യമാകും. ഒരേ സമയം 6 ചിത്രകാരന്മാർക്ക് താമസിച്ച് ചിത്രം വരക്കാവുന്ന തരത്തിലാണ് സൗകര്യമൊരുക്കുന്നത്. വീട്ടിൽ നിന്ന് മാറി ഒറ്റയ്ക്കിരുന്ന് വരക്കാനുള്ള വേദിയാകുമിത്. 4 മാസം കൊണ്ട് ഈ കേരളത്തിലെ ഒരു ചിരകാല സ്വപ്നമാണ് ആർട്ടിസ്റ്റുകളുടെ ഒരു ആർട്ടിസ്റ്റ് റെസിഡൻസി. അത് 4 മാസം കഴിഞ്ഞാൽ കാക്കണ്ണപ്പാറയിലുണ്ടാവും. ആർട്ടിസ്റ്റ് റെസിഡൻസി എന്ന് പറയുമ്പോൾ 6 ചിത്രകാരന്മാർക്ക് ഒരേ സമയം അവിടെ ഇരുന്ന് ചിത്രം വരയ്ക്കാം. മുറിയിലോ മരത്തണലിലോ മരത്തിനു മുകളിലുണ്ടാക്കുന്ന മനോഹരമായ ഏറുമാടങ്ങളിലോ ഇരുന്ന് രചന നടത്താനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കുന്നുണ്ട്. ആവശ്യക്കാർ ലളിതകലാ അക്കാദമിയുടെ വെബ്സൈറ്റിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ചിത്രകാരന്മാർക്ക് തുടർച്ചയായി 1 മാസം വരെ താമസിക്കാനേ അനുവാദമുണ്ടാകൂ. ഇന്ത്യയിൽ നിലവിലുള്ള കലാഗ്രാമങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും കാക്കണ്ണംപാറ കലാഗ്രാമം. പ്രസിദ്ധമായ ചോഴമണ്ഡലം കലാഗ്രാമം വ്യക്തികളുടേതാണ്. ബറോഡയിലെ ഗജനി ഗ്രാമം അഗൾവാർ ഗ്രൂപ്പിൻ്റേതാണ്. ഡൽഹിയിലെ ഖടി വില്ലേജിലെ കലാഗ്രാമം ലളിതകലാ അക്കാദമിയുടേതാണെങ്കിലും അവിടെ ഭീമാകാരമായ ശില്പങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇല്ല. മാത്രവുമല്ല, ഖടിയിലെ സ്റ്റുഡിയോകൾ ചില ആർട്ടിസ്റ്റുകൾ കൈവശം വെച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതൊക്കെ ഒഴിവാക്കാനാണ് 1 മാസം മാത്രം തുടർച്ചയായി നൽകാൻ തീരുമാനിച്ചത്. മെയ് മാസം മുതൽ ലളിതകലാ അക്കാദമിയുടെ മേജർ ക്യാമ്പുകൾ കാക്കണ്ണംപാറ ഗ്ലോബൽ ആർട്ട് വില്ലേജിൽ പ്രത്യേകം ടെന്റ് ഒരുക്കിയാണ് നടത്തുക. ഓരോ ശില്പ ക്യാമ്പ് കഴിയുന്തോറും പുതിയ ശില്പങ്ങൾ കൊണ്ട് ആർട്ട് വില്ലേജ് നിറയും. ഇതോടൊപ്പം ക്യാമ്പുകൾക്ക് വേണ്ട വർക്ക്ഷോപ്പുകൾ ഉയരും. അങ്ങനെ ചൂളകളും മെൽറ്റിംഗ് യന്ത്രങ്ങളും ക്രെയിനുകളും മറ്റ് സ്റ്റുഡിയോ സൗകര്യങ്ങളും നിറയും. ഇതോടെ ഇത് ഒരു വലിയ കാഴ്ചാ കേന്ദ്രമായി മാറും. കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നതോടെ ഗ്ലോബൽ ആർട്ട് വില്ലേജ് ഇന്ത്യയിലെ ആർട്ട് ടൂറിസം മാപ്പിൽ പ്രഥമ സ്ഥാനത്തെത്തും. കൂടാതെ ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെ ടൂറിസ്റ്റുകളെ കാക്കണ്ണംപാറയിലേക്ക് ആകർഷിക്കാനും പദ്ധതിയുണ്ട്. ചടങ്ങിനോടനുബന്ധിച്ച് കലാപുസ്തക രചനയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേമം പുഷ്പരാജന് മുഖ്യമന്ത്രി സമ്മാനിക്കും. കാനായി കുഞ്ഞിരാമനെ പറ്റിയുള്ള പഠനമാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെറുകുന്നിൽ നടന്നു. പി. കരുണാകരൻ എം.പി. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ലോകബാങ്ക് ധനസഹായത്തോടെയാണ് ചെറുകുന്നിൽ പുതിയ ഫ്രണ്ട് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത്. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. നാരായണി അധ്യക്ഷത വഹിച്ചു. കെ. വി. നാരായണൻ, പി. രാജീവൻ, ടി. പി. ശോഭന, ടി. പ്രീത, പി. കെ. അസൻകുഞ്ഞി, പി. വി. രാധ, കെ. മോഹനൻ, പി. വി. നാരായണൻ, പി. വി. ബാബു രാജേന്ദ്രൻ, എ. സി. മുഹമ്മദ്, എൻ. പി. മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തളിപ്പറമ്പ് മേഖലാ സമ്മേളനം തളിപ്പറമ്പ് റിക്രിയേഷൻ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്നു. KP 4th ബറ്റാലിയൻ കമാൻഡന്റ് പി. സുനിൽ ബാബു ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലെ ഈ സംഘടനകൾ, ഈ അസോസിയേഷൻ റിട്ടയറായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയതെങ്കിൽ പോലും ഈ സംഘടനകൾ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ, അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കൽ, 3 മാസത്തിലൊരിക്കലൊക്കെ കൂടി എല്ലാവരെയും പറ്റി ഒരു അവരുടെ കാര്യങ്ങളെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്നതും ഒന്ന് അറിയുന്നതൊക്കെ നല്ലതാണ്. മേഖലാ പ്രസിഡന്റ് വി. എം. ജോസഫ് അധ്യക്ഷത വഹിച്ചു. എം. നാരായണൻ, കെ. വി. പുരുഷോത്തമൻ, പി. കെ. രാമചന്ദ്രൻ, രാഘവൻ മുയ്യം, ഇ. പി. കൃഷ്ണൻ നമ്പ്യാർ, പി. ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. മെക്കാഡം ടാറിംഗ് പ്രവൃത്തികൾ പുരോഗമിക്കുന്ന മയ്യിൽ കമ്പനി സ്റ്റോപ്പിൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് ശക്തിയേറുന്നു. കമ്പനി സ്റ്റോപ്പിൽ അപകട ഭീഷണി ഉയർത്തി ട്രാൻസ്ഫോമറുണ്ട്. റോഡിൽ ഫുട്പാത്ത് ഇല്ലാതാനും. ഇതാണ് അപകട സാധ്യത വർദ്ധിക്കാൻ കാരണം. മയ്യിൽ ചാലോട് പ്രധാന റോഡിലെ കമ്പനി സ്റ്റോപ്പാണിത്. ബസ്സുകളടക്കമുള്ള ചെറുതും വലുതുമായ വാഹനങ്ങൾ രാപ്പകൽ ഭേദമന്യേ ചീറിപ്പായുന്ന ഇവിടെ നേരത്തെ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റോഡരികിലെ ട്രാൻസ്ഫോമറാണ് ഏറെ പ്രശ്നമുണ്ടാക്കുന്നത്. മെക്കാഡം താറിങ്ങിനോട് ചേർന്ന റോഡിൻ്റെ വീതി കൂടിയപ്പോൾ ട്രാൻസ്ഫോമർ ഇപ്പോൾ താറിങ്ങിനോട് ചേർന്നാണുള്ളത്. ഇതിന് തൊട്ട് സമീപമാണ് പെട്രോൾ പമ്പും നിലകൊള്ളുന്നത്. ഇതും അപകട ഭീഷണി ഉയർത്തുന്നു. ഞാനെടുത്തൊരു കച്ചവടക്കാരനാണ്. നമ്മൾ ഈ കടകൾക്കാണ് അന്ന് വണ്ടി നിയന്ത്രണം തെറ്റിയിട്ട് പാഞ്ഞു കയറുന്നത് വെട്ടിച്ചാണ് ഡ്രൈവർ. ഈ ട്രാൻസ്ഫോമറിനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിദാരുണമായ ദുരന്തം കൂടി ഉണ്ടാകുന്നു. സമീപത്ത് പെട്രോൾ പമ്പ്, പിന്നെ HT ലൈന്,
അപ്പോൾ അതിനടിക്കാതെ കണ്ട് വണ്ടി വെട്ടിച്ച് നമ്മളെ കടയിൽ പാഞ്ഞു കയറിയതുകൊണ്ടാണ് അന്ന് വലിയൊരു ദുരന്തം ഒഴിവായി. എങ്കിൽ പോലും 1-2 ആളുകൾക്ക് പരിക്ക് പറ്റും, നമ്മളെ കട തകരുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടിൽ നിന്ന് മാറ്റി അപകട സാധ്യത കുറച്ച് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് PWD അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഇവിടുത്തെ ജനങ്ങളെ ആവശ്യം. പഴശ്ശി ALP സ്കൂൾ, മുനമ്പ് കടവ് പള്ളി റോഡ് എന്നിവിടങ്ങളിൽ നിന്നും കടന്നുവരുന്ന വാഹനങ്ങളും പെട്രോൾ പമ്പിൽ കയറിയിറങ്ങുന്ന വാഹനങ്ങളുമടക്കം തിരക്കേറിയ ഈ ഭാഗത്ത് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു അപകട സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റോഡ് വീതി കഴിഞ്ഞ് ടാറിൻ്റെ വീതി കഴിഞ്ഞിട്ട് റോഡ് സൈഡിലേക്ക് കഷ്ടിച്ച് 2 അടി നടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. ഒരു അശാസ്ത്രീയമായ നിർമ്മാണം തന്നെ പറയാം. അത് ഈ ഇടത്ത് ഭാഗത്ത് ഇപ്പോൾ ഓടകളൊന്നും ചെയ്ത് കാണുന്നില്ല. ചെയ്യുമോയെന്ന് അറിയില്ല. ഈ ഓവർസിയർമാരോട് അന്വേഷിച്ചെടുത്താൽ അവർ ആ പദ്ധതി ഇല്ല എന്നാണ് അറിഞ്ഞ് കേൾക്കുന്നത്. പഞ്ചായത്ത് മെമ്പറും അതെല്ലാം അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇതിൻ്റെ വെള്ളം നിയന്ത്രിച്ച് പോകാനുള്ള ഒരു സൗകര്യം ചെയ്തില്ലെങ്കിൽ ഭയങ്കര അപകടം സാധ്യത ഉള്ള ഒരു സ്ഥലമാണ് ഇതുള്ളത്. മെക്കാടൻ ടാറിങ്ങിന് വേണ്ടി റോഡിന്റെ വശങ്ങൾ വീതി കൂട്ടി പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. എന്നാൽ കമ്പനി സ്റ്റോപ്പിന്റെ പല ഭാഗങ്ങളിലും കൃത്യമായ രീതിയിലുള്ള പണികൾ നടന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മയിൽ. ഇരണാവ് മടക്കര SKJM നേതൃത്വത്തിൽ മിലാദ് സന്ദേശ റാലി നടത്തി. മടക്കരയിൽ നിന്നും ആരംഭിച്ച റാലി മാട്ടൂർ സെൻട്രൽ ഹിദായത്ത് മദ്രസ ഗ്രൗണ്ടിൽ സമാപിച്ചു. സന്ദേശ റാലിയിൽ മാട്ടൂൽ റേഞ്ചിലെ 13 മദ്രസകളിലെ അധ്യാപക വിദ്യാർത്ഥികൾ അണിനിരന്നു. റാലിയുടെ ഉദ്ഘാടനം അബ്ദുൾ ഭാഗി പതാക കൈമാറി നിർവഹിച്ചു. മുഹമ്മദ് കുഞ്ഞി ഹാജി, PP അബൂബക്കർ ഹാജി, യഹിയ, അമീർ ദാരിമി എന്നിവർ നേതൃത്വം നൽകി. സമാപന വേദിയിൽ അവാർഡ് ദാനം, ഉപഹാര സമർപ്പണം, ആദരിക്കൽ, സമ്മാനദാനം എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, പാപ്പിനിശ്ശേരി. താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പൊലിക 2014 ജില്ലാതല നാടൻ കലാമേള സംഘടിപ്പിച്ചു. ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇത്തരം കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്ന കലാകാരന്മാർക്ക് ലഭിക്കുന്ന അംഗീകാരം മറ്റ് കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്ന കലാകാരന്മാർക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളെക്കാൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഇതൊരു ത്യാഗം പോലെ, ഒരു സമർപ്പണം പോലെയാണ് ഈ നാടൻ കലകൾ ഈ കലാകാരന്മാർ നെഞ്ചിലേറ്റി കൊണ്ടു നടക്കുന്നത്. കേരള ഫോക്ലോർ അക്കാദമി, നെഹ്റു യുവ കേന്ദ്ര കണ്ണൂർ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി തെയ്യം കലാരംഗത്ത് ശ്രദ്ധേയനായ രാമപെരുവണ്ണൻ, യുവ വ്യവസായി K ബഷീർ, പ്രമോദ് കുന്നിൽ, T അഭിഷ, P ബിജു, വിനു സനം, രാഖി രതീഷ്, അജിത് മാട്ടുൽ എന്നിവരെ ആദരിച്ചു. TB രാജേഷ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. B മുഹമ്മദ് അഹമ്മദ്, സുധീർ വെങ്കര, K നാരായണി, KV നാരായണൻ, PV സജീവൻ, PM ശൈലജ, അജിത് മാട്ടുൽ, മുള്ളിക്കൽ ഗോപാലൻ, പ്രകാശൻ മാട്ടുൽ, സതീഷ് കടാങ്കോട്, T ഷിനു, നികേഷ് താപം, സന്തോഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. സോഷ്യൽ ആക്ഷൻ ഫോർ കമ്മ്യൂണൽ ഹാർമണി 3ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി കുട്ടികളുടെ അവധിക്കാല പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ നടന്ന സംഗമം സംഗീത സംവിധായകൻ CV രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. CH അബ്ദുൾ ഹാജി അധ്യക്ഷത വഹിച്ചു. R പ്രഭാകരൻ, K മധുസൂദനൻ, PK പ്രേമരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മതേതരത്വം എന്ന വിഷയത്തിൽ പഠന ക്ലാസുകൾ സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പാക് സൈനികാക്രമണത്തിൽ കാൽ നഷ്ടപ്പെട്ട അളയാവൂർ സ്വദേശി MV വിനോദിനെ NSS കണ്ണൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. കണ്ണൂർ NSS ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദനം റിയർ അഡ്മിറൽ മോഹൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. NO നാരായണൻ അധ്യക്ഷത വഹിച്ചു. കേണൽ രാംദാസ്, AK രാധാകൃഷ്ണൻ, തൈക്കണ്ടി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കേരള സ്റ്റേറ്റ് ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ഹസൻ 29 കണ്ണൂർ സന്ദർശിക്കുന്നു. വൈകുന്നേരം 6 മണിക്ക് കണ്ണൂർ സിറ്റിയിൽ മുസ്ലിം ജമാഅത്ത് കൗൺസിൽ ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ നൽകുന്ന സ്വീകരണ യോഗം വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ രൂപതാ വികാരി ജനറൽ ദേവസ്വി ഈരത്തറ, SSF ജില്ലാ പ്രസിഡന്റ് ഫൈലുർ റഹ്മാൻ ഇർഫാനി, SYS ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഖാദർ അൽ ഖാസ്മി തുടങ്ങിയവർ പ്രസംഗിക്കും.
ജില്ലാ പ്രസിഡന്റ് MP അസൈനാർ, VM ബഷീർ, CC നസീർ, PO റാഫി ഹാജി, റസാഖ് മണക്കായി, PP മഷൂദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ചപ്പാർപടവ് ഗ്രാമപഞ്ചായത്തിലെ മുൻ മെമ്പർമാർക്കുള്ള തിരിച്ചറിയൽ കാർഡിന്റെ വിതരണം പഞ്ചായത്ത് ഹാളിൽ നടന്നു. പ്രസിഡന്റ് സുനിജ ബാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആദ്യ കാർഡ് മുൻ പ്രസിഡന്റ് K മാധവൻ ഏറ്റുവാങ്ങി. അലി മങ്കര അധ്യക്ഷത വഹിച്ചു. KJ ടോമി, PV മൈമൂനത്ത്, റോസമ്മ തൈക്കുന്നമ്പുറം എന്നിവർ സംസാരിച്ചു. 20 മെമ്പർമാർക്ക് കാർഡുകൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. വിക്കിപീഡിയ സംരംഭകരുടെ കൂട്ടായ്മയുടെ ഭാഗമായി ജില്ലാ ലൈബ്രറിക്ക് മുന്നിൽ പ്രദർശനം സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി സുരേശൻ മട്ടന്നൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലയാള ഭാഷ അതിൻ്റെ പരിഭാഷ വന്നതോടുകൂടി തന്നെ മലയാളത്തിലെ ഒട്ടുമിക്ക സംഭവങ്ങളും ഇതിൽ ഇടം കൊണ്ടിട്ടുണ്ട്. ഇതുവരെ ആയിട്ട് 57,563 ലേഖനങ്ങൾ വിവിധ ആളുകളുടേതായി ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിക്കിപീഡിയയുടെ ഓപ്പൺ പേജിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വിജയകുമാർ ബ്ലാത്തൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PK ബൈജു, ലാലു മേലോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തളിപ്പറമ്പ് പൊളിമ്പറമ്പ് നൂർ മദ്രസ SKBB സംഘടിപ്പിക്കുന്ന റബീഹ് എക്സ്പോ 2014 തുടക്കമായി. നിരവധി വിസ്മയ കാഴ്ചകളാണ് എക്സ്പോയിൽ ഒരുക്കിയിരിക്കുന്നത്. തളിപ്പറമ്പ് ജുമാ മസ്ജിദ് ഖത്തീബ് ഉമ്മർ നദവി തോട്ടിക്കൽ, വെള്ളിക്കീൽ സെന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ മാത്യു തൈക്കൽ, പുളിമ്പറമ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം സെക്രട്ടറി TP രവിചന്ദ്രൻ എന്നിവർ ചേർന്നാണ് എക്സ്പോ ഉദ്ഘാടനം ചെയ്തത്. സയ്യിദ് മുഹമ്മദ് മുസ്തഫ പൂക്കോയത്തങ്ങൾ, ഉമർ മൗലവി, ദിനേഷ് കുമാർ തെക്കുംപാട് തുടങ്ങിയവർ സംസാരിച്ചു. വിസ്മയിപ്പിക്കുന്ന അനവധി കാഴ്ചകളുമായാണ് എക്സ്പോ ഒരുക്കിയിരിക്കുന്നത്. ശാസ്ത്രലോകത്തെ പുത്തൻ സാങ്കേതിക വിദ്യകളെക്കുറിച്ചും മനുഷ്യന്റെ ജീവപരിണാമങ്ങളെക്കുറിച്ചുമെല്ലാം എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട്. ഞായറാഴ്ച സമാപനമാകും. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആഭിമുഖ്യത്തിൽ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്ന സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി ആശുപത്രിയിലെ ഉപകരണങ്ങൾ വൃത്തിയാക്കി. 200ഓളം ഉപകരണങ്ങളാണ് ഉപയോഗയോഗ്യമാക്കിയത്. തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്ന ക്യാമ്പിന്റെ ഭാഗമായാണ് ആശുപത്രിയിലെ കേടായതും പഴകിയതുമായ ഉപകരണങ്ങൾ ഉപയോഗയോഗ്യമാക്കിയത്. സർക്കാർ ആശുപത്രിയിലെ ഉപകരണങ്ങൾ പലതും ചെറിയ കേടുപാടുകൾ സംഭവിച്ചാൽ പൂർണ്ണമായും ഒഴിവാക്കുന്ന സ്ഥിതിയാണുള്ളത്. ഇത് പിന്നീട് തുരുമ്പെടുത്ത് തീർത്തും ഉപയോഗശൂന്യമാകും. ഇത്തരത്തിൽ സ്ട്രക്ചർ, വീൽചെയർ, മേശ, കസേര, ഇരിപ്പിടങ്ങൾ തുടങ്ങി 200ഓളം ഉപകരണങ്ങളാണ് ഉപയോഗയോഗ്യമാക്കിയത്. 60ഓളം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. NSSന്റെ പുനർജനി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വർക്ക് നടക്കുന്നത്. ഹോസ്പിറ്റലിൻ്റെ പഴകിയ എക്യുപ്മെൻറ്റ്സും ബെഡ് സൈഡ് ലോക്കേഴ്സും അതുപോലെ എക്യുപ്മെൻറ്റ്സ് ഞങ്ങൾ പെയിൻ്റ് അടിച്ച് പുതുക്കി റിപ്പയർ ചെയ്ത് ഞങ്ങളെ കഴിഞ്ഞ റിപ്പയറൊക്കെ ചെയ്ത് മാറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 150ഓളം എക്യുപ്മെൻറ്റ്സ് ഞങ്ങൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഹോസ്പിറ്റൽ അതോറിറ്റീസ് ഇതിന് പെയിൻറ്റും മറ്റ് റോ മെറ്റീരിയൽസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുൾ മാൻ പവർ ഞങ്ങളാണ് കൊടുക്കുന്നത്. പിന്നെ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഓരോ ദിവസം നൈറ്റിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സെഷൻസ് ഇറങ്ങിയിരുന്നുണ്ട്. ഇതുകൂടെ തന്നെ ഹോസ്പിറ്റലിനായിട്ട് അനുബന്ധിച്ച ഏരിയ ഞങ്ങൾ ശുചീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഉപകരണങ്ങൾക്കടിക്കാനുള്ള പെയിന്റുകൾ ആശുപത്രി അധികൃതരും നൽകി. NSS പ്രോഗ്രാം ഓഫീസർ M മനോജ് കുമാർ, നിധിൻ, T ജോയ്, B നിരഞ്ജന തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷനിൽ നിന്നും രാജിവെക്കുന്നു. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ബാർബർ ബ്യൂട്ടീഷ്യൻ തൊഴിൽ മേഖലയിൽ 46 വർഷത്തോളമായി തൊഴിലാളികളുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വന്നിരുന്ന കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷനിൽ നിന്നും ഞങ്ങൾ രാജിവെക്കുന്നു. കക്ഷിരാഷ്ട്രീയത്തിനും ജാതിമത വർണ്ണവർഗ വ്യത്യാസങ്ങൾക്കും അതീതമായി പ്രവർത്തിച്ചു വന്നിരുന്ന സംഘടനയുടെ ഇപ്പോഴത്തെ പ്രവർത്തന ശൈലി തീർത്തും ഘടകവിരുദ്ധമാണ്. അതിൽ പ്രധാനമായിട്ട് ഇത് തന്നെയാണ്. ഒന്ന്, സാമ്പത്തികമായ അരാജകത്വം, ഈ ജനാധിപത്യ രീതിയിലുള്ളതായ ദംശനങ്ങൾ, ഇതൊക്കെയും വകവെച്ചു കൊടുക്കാൻ പറ്റാത്തൊരു വേദനാജനകമായ അനുഭവം വന്നുകൊണ്ടാണ് അവസാന നിമിഷത്തിൽ അസംതൃപ്തരായ കണ്ണൂർ ജില്ലയിലെ ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികളെ എന്തെങ്കിലും സഹായിക്കാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് പോകാൻ കഴിയുമോ എന്ന് പരിശോധന നടത്തിയാണ് ഞങ്ങൾ ഇന്ന് ഈ തീരുമാനത്തോട് പ്രഖ്യാപിക്കുന്നത്. KSBA സംസ്ഥാന കമ്മിറ്റി മെമ്പറായ KP പവിത്രൻ, മുൻ ജില്ലാ സെക്രട്ടറി NP ഗംഗാധരൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP മനോഹരൻ, ഇരിട്ടി താലൂക്ക് പ്രസിഡന്റ് K പ്രകാശൻ, സെക്രട്ടറി K സനീഷ് തുടങ്ങിയവരാണ് രാജിവെച്ചത്. പ്രകാശൻ, KP പവിത്രൻ, ഗംഗാധരൻ, PP മനോഹരൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷികാഘോഷം തൃച്ചംബരം അമൃത ഓഡിറ്റോറിയത്തിൽ നടന്നു. ഭാരതീയ വിദ്യാഭവൻ ചെയർമാൻ K കരുണാകരൻ നമ്പ്യാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
പ്രസിഡന്റ് പി കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. കേണൽ പി കണ്ണൻ, സി സുരേന്ദ്രൻ, എം ശശീന്ദ്രൻ, എം ശാന്തമ്മ, ടി ജനാർദ്ദനൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ നൃത്തങ്ങളും രക്ഷിതാക്കളുടെ തിരുവാതിരയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. നിങ്ങൾ ഏതൊക്കെ നിറത്തിലുള്ള തവളകളെ കണ്ടിട്ടുണ്ട്? കറുപ്പ്, പച്ച, തവിട്ട്, ചുവപ്പ്, ബ്രൗൺ തുടങ്ങി പല നിറം തവളകൾ. ചാടുന്നവയും പറക്കുന്നവയുമുണ്ട് കൂട്ടത്തിൽ. എന്നാൽ പറക്കും വെള്ളത്തവളയെ കണ്ടിട്ടുണ്ട്. ഇരിണാവ് കൊട്ടപ്പാലത്തെ പി കെ സുനീഷും വി സുരേഷനുമാണ് ആദ്യം തവളയെ കണ്ടത്. വിവരം കാട്ടുതീ പോലെ പടർന്നു. കേട്ടവർ അപൂർവ സന്ദർശകനെ കാണാനെത്തി. കാണാൻ സുമുഖൻ, സുന്ദരൻ. മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് എന്നാണിതിന്റെ പേര്. ജനിതക മാറ്റം കൊണ്ടാണ് തവളയ്ക്ക് വെള്ളനിറം കൈവന്നത്. വനം വകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗങ്ങളായ റിയാസ് മാങ്കടവും പി ഷാജിയുമെത്തി തവളയെ കാട്ടിൽ വിടുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ പറക്കും തവള എന്ന് അറിയപ്പെടുന്ന ഈ തവളയെ മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. ട്രൈക്കോഫോറസ് മലബാറിക്കസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ തവള ഇതിനെ പശ്ചിമഘട്ട മലനിരകളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ കാടിനോട് ചേർന്ന ഭാഗത്തും ഇതിനെ കാണാറുണ്ട്. നമ്മുടെ നാട്ടുപ്രദേശത്ത് വളരെ അപൂർവമാണ്. അപൂർവമായി വെള്ളത്തവളകളെ കാണാറുള്ളൂ. വേദനയോടെയാണ് നാട്ടുകാർ അതിഥിയെ യാത്രയാക്കിയത്. ന്യൂസ് ബ്യൂറോ, പാപ്പിനിശ്ശേരി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയലിൽ നിന്ന് പുഴയിലേക്ക് വെള്ളമൊഴുകിപ്പോകുന്ന ഭാഗം പാലം നിർമ്മാണത്തിനായി തടസ്സപ്പെടുത്തിയപ്പോൾ 2500 ഏക്കറിലേറെ വിസ്തൃതിയുള്ള പാടശേഖരം വെള്ളത്തിൽ. നശിക്കുന്നത് വിളവെടുപ്പിന് പാകമായ നെൽവയലുകൾ. മയ്യിൽ കയറളം കൈവലിലെ കർഷകർ കണ്ണീർ പാടത്ത്. മാടായിപ്പാറയിൽ വൻ തീപിടുത്തം. ഏക്കർ കണക്കിന് പുൽമേടുകൾ കത്തി. അപൂർവ ജീവികളടക്കം നശിച്ചു. തീയണച്ചത് മണിക്കൂറുകളെടുത്ത്. ജില്ലയിലെ റോഡ് പ്രവൃത്തികൾക്ക് ആവശ്യമായ ടാർ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ ജില്ലാ വികസന സമിതി യോഗത്തിൽ തീരുമാനം. ജില്ലാ ആശുപത്രിയിൽ ന്യൂറോളജി, യൂറോളജി OP വിഭാഗം ഉടൻ തുടങ്ങാനും ധാരണ. സർക്കാർ ഉടമസ്ഥതയിൽ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിക്കുന്ന ശ്രീകണ്ഠാപുരം നെടിയങ്ങ് കാക്കണ്ണാമ്പാറ ഗ്ലോബൽ ആർട്സ് വില്ലേജിന്റെ നിർമ്മാണ ഉദ്ഘാടനം 29-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. 4 മാസം കൊണ്ട് ആദ്യഘട്ടം പൂർത്തിയാക്കുമെന്ന് ലളിതകല അക്കാദമി വൈസ് ചെയർമാൻ KF ഫ്രാൻസിസ്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.